ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉള്ള വീടുകളിലല്ലേ ഇത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സുകളും പൈസവരും എല്ലാവരും, ഞാൻ തൊട്ടടുത്തൊരു വെജിറ്റബിൾ കടയിൽ നിൽക്കുകയാണ്. അവർ 2 കിലോ അരി മേടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഞാനാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. 2-4 കിലോ അരി മേടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് കൊടുക്കാൻ എന്നെ ഏൽപ്പിക്കും. ഞാൻ കൂലിയൊന്നും മേടിക്കാറില്ല, കടയുടെ പ്രൈസേ മേടിക്കാറുള്ളൂ. പക്ഷെ അവര് വന്ന് വീണ് കാലൊടിഞ്ഞ് കിടന്നാൽ നമ്മൾ പോയി അന്വേഷിക്കണ്ടേ? അപ്പൊ അതാണിത്. അതുമല്ല, ഇവിടെ ഈ ലൈന് പുതിയത് വരുമ്പോൾ ഇതിന്റെ അകത്തോട്ടുള്ള ഒരു ലൈനും ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈൻ അങ്ങോട്ട് പിടിച്ചുള്ളൂ. ഞാനൊരു പ്ലംബറും ഇലക്ട്രീഷ്യനും ഒരു ന്യൂസ് പേപ്പറിൽ, അൽബത്ത ന്യൂസ് പേപ്പറിൽ കുവൈറ്റിലും ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്ലംബിങ്ങിന്റെ, ഇലക്ട്രിക്കിന്റെ ആയിരുന്നാലും പെയിന്റിങ്ങിന്റെ ആയിരുന്നാലും എല്ലാ വർക്കും ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ലൈൻ അങ്ങോട്ട് പിടിച്ചു കൊടുക്കാതെ ഇവരിങ്ങനെ ഇട്ട് മൂടിയിട്ട് പോയി കഴിഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഇടത്തേക്കുന്ന എല്ലാ ലൈനും ബുൾഡോസർ വരുമ്പോ പൊട്ടി വീണ്ടും വെള്ളം ചാടിക്കോടിരിക്കും. അതിനവര് എൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ തടിയോ വെച്ച് അടച്ചിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അപ്പം പിന്നെ ആ വീട്ടിൽ എങ്ങനെ വെള്ളം കിട്ടും? പിന്നെ ആ റോഡ് എങ്ങനെ സ്മാർട്ട് ആകും? അതാണ് ഞാനും ചോദിക്കുന്നത്. അതെങ്ങനെ സ്മാർട്ടാവും? കുറച്ച് ലൈറ്റ് പോസ്റ്റും കൊണ്ടുവന്ന് വെച്ച് സ്ലാബും കൊണ്ടുവന്ന് ഇട്ട് ചുമ്മാ മാനുവളും കൊണ്ടുവന്നു. മാനുവളിൽ ഇപ്പം തന്നെ വന്നിട്ട് അവര് ചെയ്തേക്കുന്ന കേബിൾ വർക്ക്, അണ്ടർഗ്രൗണ്ട് കേബിൾ വർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ വർക്ക് ഇന്നലെ സാറ് വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ മോട്ടോർ വെച്ചാണ് വെള്ളം അടിച്ച് വെളിയിൽ ചാടിയിട്ട് അവർ ഓസ് കയറ്റുന്നത്. അപ്പൊ നാളെ ഒരു മഴ പെയ്യുമ്പോ അതിൻ്റെ അകത്ത് നിറയൂലെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഇമ്പോർട്ടന്റ് അതൊക്കെയാണ്. അപ്പം വന്ന് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും അവർ 3 മാസം കഴിയുമ്പോൾ കുത്തിപ്പൊളിക്കും. അതാണ് ഈ റോഡ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ റോഡ് നേരത്തെ ഒന്ന് നന്നാക്കിയതാണ്, അത് കഴിഞ്ഞിട്ട് കൂടുതൽ നന്നാക്കാൻ വേണ്ടി പൊളിച്ചു, അങ്ങനല്ലേ? അങ്ങനെയല്ല, ഇത് വീണ്ടും നന്നാക്കാൻ മുകളിൽ നിന്ന് പൊട്ടി വലിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പൊളിച്ചു വരികയാണ് ഇവര്. ഇത് കുഴി മൂടി വന്നപ്പോഴത്തേക്കാണ് അവർ മുകളിൽ പൊട്ടിയത്. പൊട്ടി കഴിഞ്ഞപ്പോൾ ഇത് മൊത്തമായിട്ട് ഇവിടെ എല്ലാം വെള്ളക്കെട്ടായി. ഇവര് പൊളിച്ചിട്ടിരിക്കുകയാണ്, ഇത് മൂടിയിട്ടില്ല. മൂടാനായിട്ടുള്ള ആരംഭം പരിപാടികൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളം കയറി വീടുകളിലെല്ലാം ഈ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അത് പിന്നെ പൊളിച്ചത് എന്തിനാണ്? പൊളിച്ച് അവിടെ പൊട്ടിയതുകൊണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ മലവെള്ളം പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലായിടവും പൊളിക്കേണ്ടി വന്നു. പലയിടത്തോട്ടും ഉള്ള കണക്ഷൻ അങ്ങ് പോയി. പല വീടുകളിൽ ഇവിടെ നിന്ന് മാത്രമല്ല, മാർ സ്കൂളിൽ ആ ഏരിയ വരെ വെള്ളമില്ല പലർക്കും. അവരങ്ങനെ ബുദ്ധിമുട്ടും. ഇവർക്ക് ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ ടാങ്കർ വന്നാണ് ഇവിടെ എല്ലാം വെള്ളം കൊടുക്കുന്നത്.